അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്നലെ നമ്മൾ പറഞ്ഞത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് നബിയുടെ വീട്ടിൽ 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഷുഐബ് നബിയുടെ ആടിനെ നോക്കിയിട്ട് അവരുടെ മകളെ വിവാഹം കഴിച്ച് 10 വർഷം അവിടെ തങ്ങാനായിരുന്നു കരാറ്. 8 വർഷമാണ് പറഞ്ഞത്. ഫഇൻ അത്മംത അശ്റൻ ഫമിൻ ഇൻദിക്, നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വർഷം പൂർത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 10 വർഷം പൂർണ്ണമായപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശുഐബ് നബിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് 10 വർഷമായി. നിങ്ങൾ പറഞ്ഞ കരാറുകളൊക്കെ ഞാൻ പൂർത്തിയാക്കി. എനിക്ക് എൻ്റെ നാട്ടിലേക്കൊന്ന് പോകണം. എൻ്റെ ഉമ്മ, എൻ്റെ അനുജൻ ഹാറൂൻ, എൻ്റെ ഒരു ഇളയമയും ഒരു സഹോദരിയും, 4 പേര് ഈജിപ്തിലുണ്ട്. എനിക്ക് അവരെ കാണാൻ വല്ലാത്ത ആശയുണ്ട്. അവർക്ക് എന്നെ കാണാനും ആശയുണ്ടാകും. കാരണം ഞാൻ ഒരു പ്രശ്നമുണ്ടായപ്പോ അവിടുന്ന് പോന്നതാണ്. 10 വർഷം പൂർണ്ണമായിട്ടുണ്ട്. മൂസാ നബിയുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു ജീവിതമാണ്. പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിയെ കടലിൽ ഒഴുക്കേണ്ടി വന്നു. ഫിർഔന്റെ വീട്ടിൽ ആരും പാല് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഉമ്മാക്ക് പാല് കൊടുക്കാൻ വീണ്ടും അല്ലാഹു തആല കൊടുത്തു. അങ്ങനെ വല്ലാത്തൊരു ജീവിതമായിരുന്നു മൂസാ നബി പിറന്നതിന്റെ ശേഷം മൂസാ നബിയുടെ ഉമ്മാക്ക് ഉണ്ടായത്. അങ്ങനെ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ഞാൻ നാട്ടിൽ പോയിക്കോട്ടെ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, നീ നിന്റെ ഉപ്പാനോട് ചോദിച്ചോക്ക് കുറച്ച് ആടുകളെ നമുക്ക് കിട്ടുമോ എന്ന്. ശ്രീധനല്ല, കുറെ കാലം ഇവിടെ നിന്ന് നോക്കിയതല്ലേ. അപ്പൊ ഉപ്പാനോട് ചോദിച്ചോക്ക് കുറച്ച് ആടുകളെ നമുക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക് എന്ന്. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ എങ്ങനെ പോകുക? ഞാൻ ആകെ ഞാൻ പ്രായമായി, എനിക്ക് ദുർബലനായി, നിങ്ങൾ പോയാൽ എന്താ ചെയ്യാ? അപ്പോ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മൂസാ നബി പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യ് എന്ന്. മൂസാ നബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ശുഐബ് നബി ദ്വാരക്കാണ്, യഅ്ഖൂബ് നബിയുടെയും ഇസ്മായിൽ, ഇസ്ഹാഖ്, ഇബ്രാഹിം, ഈ 3 പ്രവാചകന്മാരുടെയും ബർക്കത്ത് കൊണ്ട് എന്റെ കണ്ണ് തിരിച്ചു കിട്ടട്ടെ എന്ന് ദ്വാരുന്നപ്പോഴേക്ക് മൂസാ നബി ആമീൻ പറയുകയും ശുഐബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അങ്ങനെ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര അയക്കുകയാണ്. മൂസാ നബിയെയും മകളെയും യാത്ര അയക്കുകയാണ്. 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. മൂസാ നബിയുടെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയും കൂടിയാണ്. അതാണ് ഈ ആയത്തില് ആഫിൽ ഓതിയത്. ഫലമ്മാ ഖളാ മൂസൽ അജൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവധി പൂർത്തിയാക്കിയപ്പോൾ അവിടെ നിന്ന് വസാറബി അഹ്ലിഹി, കുടുംബവുമായിട്ട് അവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. ആ സമയത്ത് പ്രസവവേദന വന്നു, രാത്രിയായി, ഒന്നും വെളിച്ചമില്ല. അപ്പോഴാണ് ആനസമിൻ ജാനിബിത്തൂരി നാറ, വഴിയിൽ വെച്ച് തൂരിസീന പർവ്വതത്തിന്റെ ഭാഗത്ത് ഒരു ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ പറഞ്ഞു മൂപ്പര്, ഖാലലി അഹ്ലിഹിം കുസു, നിങ്ങളൊന്ന് ഇവിടെ നിക്കി, ഇന്നി ആനസ്തു നാറ, ഞാനൊരു തീ കാണുന്നുണ്ട്, ലഅല്ലി ആതീക്കും, ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും വാർത്ത കൊണ്ടുവരാം, ഔ ജദ്വത്തിൻ മിനന്നാരി ലഅല്ലക്കും തസ്തലൂൻ, അല്ലെങ്കിൽ ഞാന് നിങ്ങൾക്കിപ്പോ നല്ല തണുപ്പല്ലേ, ചൂട് കിട്ടാൻ വേണ്ടി അവിടുന്ന് തീ കൊണ്ടുവരാം.
അല്ലെങ്കിൽ ആ തീയുള്ളോടത്ത് ആളുകൾ ഉണ്ടാകും. നമുക്ക് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എവിടെ തങ്ങണം എന്നുള്ള വാർത്ത അവരോട് ചോദിക്കാം. എന്തായാലും ആ തീ കാണുന്നിടത്ത് ആളുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ പോയിട്ട് ആളുകളോട് ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് വഴിയൊന്നും അറിയില്ലല്ലോ, 10 വർഷം മുമ്പ് പോന്നതല്ലേ. അപ്പോ എങ്ങനെ പോകണം എന്നുള്ളത് അന്വേഷിക്കാം. ഇനി ആളില്ലെങ്കിൽ അവിടെ നമുക്ക് തീ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ തണുപ്പില് ചൂട് തീ കായാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുടുംബത്തെ അവിടെ ആക്കിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. ഫലമ്മ അത്താഹ, തൂരിസീന പർവ്വതത്തിന്റെ അവിടത്തേക്ക് എത്തിയപ്പോൾ നൂദിയ മിൻ ഷാത്തിഇൽ വാദിൽ ഐമനി ഫിൽ ബുഖഅത്തിൽ മുബാറകത്തി മിന ഷജറത്തി യാ മൂസ ഇന്നി അനല്ലാഹ്. അവിടെ എത്തിയപ്പോഴാണ്, ആ പ്രകാശം കണ്ടോടത്ത് എത്തിയപ്പോഴാണ് പറഞ്ഞത്, ഒരു മരത്തിന്റെ പരിസരത്തിൽ നിന്ന് പറയാണ്, മൂസാ ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ, ഞാൻ അള്ളാഹുവിന്റെ റബ്ബ, ഞാൻ ലോകരക്ഷിതാവായ നിങ്ങളുടെ റബ്ബാണ് എന്ന് അവിടുന്ന് പറഞ്ഞു കേട്ടു. ഇതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കലീമുല്ലാഹി എന്ന് പറയുന്നത്. വകല്ലമല്ലാഹു മൂസ തക്ലീമ, മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചു എന്ന് പറയുന്നത്. ഇന്നി അനല്ലാഹു റബ്ബുൽ ആലമീൻ. എന്നിട്ട് കയ്യിൽ വടിയുണ്ടല്ലോ, ശുഐബ് നബി കൊടുത്ത വടി, അള്ളാഹു പറഞ്ഞു വ അൻ അൽഖി അസാക്, നിന്റെ വടിയിട്ടോ. ഫലമ്മാ റആഹ തഹ്തസ്സു കഅന്നഹാ ജാന്നുൻ വല്ലാ മുദ്ബിറൻ, ഈ വടിയിട്ടപ്പോൾ അത് പാമ്പായിട്ട് മൂർഖനായിട്ട് മാറി. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ എന്ന് ഖുർആനിൽ വേറൊരു സ്ഥലത്ത് പറഞ്ഞു. ഫഇദാ ഹിയ സുഅ്ബാനുൻ മുബീൻ, വലിയ പാമ്പായി മാറി എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞു. അങ്ങനെ ഇത് കണ്ടപ്പോ മൂസാ നബിയും ഞെട്ടിപ്പോയി. ഈ രൂപത്തിൽ ഇത് പാമ്പായിട്ട് വരുന്നതും, മൂസാ നബിയുടെ മുമ്പിൽ നിന്നാണ് പാമ്പായിട്ട് പോയതും, കണ്ണിൽ കാണുന്നത് മുഴുവൻ തിന്നുകയും മരം പോലും കടിച്ചിട്ട് അതിന്റെ ആ കറുമുറു ശബ്ദം പുറത്തേക്ക് കേൾക്കാറുണ്ടായിരുന്നു എന്ന് വരെയാണ് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കണ്ടപ്പോ വല്ലാ മുദ്ബിറ, ബേക്കോട്ട് മാറി. അല്ല പറഞ്ഞു അക്ബിൽ വലാ തഖഫ് ഇന്നക മിനൽ ആമിനീൻ, നിങ്ങൾ വന്നോളി, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. അങ്ങനെ ആ അത്ഭുതത്തിന്റെ വടി അത് ശുഐബ് നബിയുടെ കയ്യിലുണ്ടായപ്പോൾ അത് പാമ്പായിട്ടില്ല, അതൊരു ബറക്കത്തിന് വേണ്ടി എടുത്തു വെച്ച വടിയായിരുന്നു. ആദം നബി മുഖേന സ്വർഗത്തിൽ നിന്ന് വന്ന് പ്രവാചകന്മാരായിട്ട് കൈമാറിയ ഒരു വടി. പക്ഷെ അത് മൂസാ നബിയുടെ കയ്യിൽ കിട്ടിയപ്പോ, അള്ളാഹു ആ വടി ഇടാൻ പറഞ്ഞപ്പോ അത് മുഅ്ജിസത്തിന്റെ ഭാഗമായി അത് പാമ്പായി മാറി. മറ്റൊരിക്കൽ അല്ലാഹു തആല മൂസാ നബിയോട് ചോദിച്ചു, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ നിന്റെ കയ്യിൽ എന്താ ഉള്ളത് എന്ന്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹിയ അസായ, ഇതെന്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ഞാൻ ഇതിൽ ചാരിയിരിക്കും. ഇതിങ്ങനെ ബാക്കിൽ വെച്ചിട്ട് ഇങ്ങനെ ചാരിയാൽ നല്ല കുഷിനാകുന്ന. വ അഹുഷു ബിഹാ അലാ ഗനമി, എന്റെ ആടുകൾക്ക് ഇല ഇട്ടുകൊടുക്കാൻ ഞാൻ ഇത് ഉപയോഗിക്കും. വടിയെ അയച്ചാൽ ഇല താഴേക്ക് ഇട്ടുകാണ്ട് വടി തിരിച്ചു വരും. വലിയ ഫിഹാ മആരിബു ഉഖ്റ, വേറെയും ഒരുപാട് ആവശ്യങ്ങൾ ഈ വടി കൊണ്ട് എനിക്കുണ്ട് എന്ന്. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ അള്ളാഹിനോട് സംസാരിക്കാൻ കിട്ടിയ ഒരു ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തിയതാ. നമ്മളോട് വലിയൊരു ലീഡർ, വലിയൊരു നേതാവ് എന്തെങ്കിലും ഒരു വാക്ക് ചോദിച്ചാൽ ആ കിട്ടിയ അവസരത്തിൽ നമ്മൾ കുറച്ചധികം സംസാരിക്കൂലേ, മൂപ്പരോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ എന്ന നിലക്ക്. അപ്പോ അത്രത്തോളം കാര്യങ്ങളൊക്കെ പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വടിയും കൊടുത്ത് എന്നിട്ടാണ് അല്ലാഹു തആല ഫിർഔനിലേക്ക് അയക്കുന്നത്. ഒരു മുഅ്ജിസത്ത് വേണം. ഇവര് ഈ ഫിർഔനും ടീമും എന്ന് പറഞ്ഞാൽ കൂടോത്രത്തിന്റെ ആൾക്കാരാണ്. അവര് സിഹിറിന്റെയും മാജിക്കിന്റെയും ആളുകളാണ്. അപ്പൊ അവരെ തോൽപ്പിക്കാൻ അതേപോലത്തെ എന്തെങ്കിലും മുഅ്ജിസത്തായിട്ട് കൊടുക്കണം എന്ന നിലക്കാണ് മൂസാ നബിക്ക് പാമ്പായി മാറുന്ന, അതേപോലെ തോട്ടിയായി മാറുന്ന,
അതേപോലെ സോഫയായി മാറുന്ന ഒരു പ്രത്യേക തരം വടി കൊടുത്ത് അല്ലാഹു തആല പ്രവാചകനാക്കി അയക്കുന്നത്. ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാല് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എവിടെ വളർന്നതാ? ഫിർഔനിന്റെ മടിയിലാണ് വളർന്നത്. ഫിർഔൻ ആരാ? അവൻ ധിക്കാരിയാണ്, അഹങ്കാരിയാണ്. അവിടെ വളർന്നത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വഭാവേ കണ്ടിട്ടുള്ളൂ. മൂസാ നബി നാളെ പ്രവാചകനാകേണ്ട ആളല്ലേ? ഫിർഔന്റെ അടുത്ത് വളർന്ന ആള് ആ സ്വഭാവമൊക്കെ കണ്ടിട്ട് വളർന്ന ഒരാളെ ജനങ്ങളിലേക്ക് പ്രവാചകനാക്കി അയക്കാൻ കഴിയുമോ? അപ്പൊ മൂസാ നബിയെ ഒന്ന് ശരിയാക്കി എടുക്കണം, ഒന്ന് അദബ് പഠിപ്പിച്ച് വിനയാനിതനായ താഴ്മയുള്ള ഒരാളാക്കി മാറ്റണം എന്ന നിലക്കാണ് 10 കൊല്ലം ഏത് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേയാക്കിയത്? ഷുഐബ് നബി എന്ന പാവപ്പെട്ട വിനയാനിതനായ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടേയാക്കിക്കുകയാണ്. 10 വർഷം അവിടെ നിന്നപ്പോഴേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പണ്ടത്തെ ഒരാളെ അടിച്ച് അയാൾ മരിച്ച് അങ്ങനെ പോയതല്ലേ മൂസാ നബി? ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. ദേഷ്യമുള്ള ആൾക്ക് നല്ലൊരു അധ്യാപകനാവാൻ കഴിയൂല, നല്ലൊരു ബോസാവാൻ കഴിയൂല, നല്ലൊരു പ്രബോധകനാവാൻ കഴിയൂല. നല്ല ഹൈ പ്രഷറുള്ള ആള് ബോസായാൽ ഒരൊറ്റ സ്റ്റാഫും അവിടെ നിൽക്കൂല. അവർ അധ്യാപകരായാൽ കുട്ടികൾക്ക് വലിയ പ്രയാസാണ്. അവരൊരു ഭർത്താവായാലോ കുടുംബനാഥനായാലോ കുടുംബാംഗങ്ങൾക്ക് വലിയ പ്രയാസാണ്. ഇതാണെങ്കിൽ ഫിർഔനിന്റെ വീട്ടിൽ വളർന്നതാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നല്ല ഒരു ആളാക്കി മാറ്റണം എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായ സാധുവായ ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് 10 കൊല്ലം ജീവിക്കാനും ജീവിത പാഠങ്ങൾ കൈവരിക്കാനും വേണ്ടി അല്ലാഹു തആല അയച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞതും മക്കളുണ്ടായതും ആടുകളെ കിട്ടിയതും അവിടുത്തെ അത്ഭുതത്തിന്റെ വടി കിട്ടിയതും. ഇനി ആ വടിയുമായിട്ടാണ് ഫിർഔനിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹു പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.